നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ വളരെ വലിയൊരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയാണ് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തതായി കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ന്റേതായിരുന്നു വിധി. അതേസമയം ജാമ്യാപേക്ഷ തള്ളിയതോടെ അറിഞ്ഞതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയുണ്ടായി. തനിക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്നും അസ്വസ്ഥത നേരിടുന്നുണ്ട് എന്നുമായിരുന്നു ബോബി പറഞ്ഞത്. ഇതോടെ കോടതിയുടെ വിശ്രമ മുറിയിൽ വിശ്രമിക്കാൻ കോടതി ബോബിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബോബിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം ബോബി ചെമ്മണ്ണൂർ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഇന്ന് അപ്പീൽ നൽകാനാണ് സാധ്യത. നേരത്തെ ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു ബോബി കോടതിയിൽ പറഞ്ഞിരുന്നത്. നല്ല ഉദ്ദേശത്തോടെ പൊതുവേദിയിൽ ഉന്നയിച്ച വാക്കുകൾ നടി തെറ്റിദ്ധരിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. നടി ഇതിനു മുൻപും തന്റെ സ്ഥാപനത്തിന്റെ പരിപാടികൾക്ക് അതിഥിയായി എത്തിയിട്ടുണ്ട് എന്നും പ്രസ്തുത സംഭവം 4 മാസങ്ങൾക്ക് മുൻപ് നടന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംഭവം നടന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും പരിപാടിയുടെ വീഡിയോ നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറയുകയായിരുന്നു. കോടതിയിൽ ഇത് ഹാജരാക്കാമെന്നും പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. എന്നാൽ അത് കേസിനെ ബാധിക്കുമെന്നും ഇപ്പോൾ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ വീഡിയോ കാണേണ്ടതില്ല എന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കുകയും പിന്നാലെ ജാമ്യം നിഷേധിക്കുകയുമായിരുന്നു. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പുമടക്കം നിർണായക തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ഒളിവിൽ പോകാൻ സാധ്യത ഉണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.